Welcome to Learnino. ഇന്ന് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ ഓർ അമീൻസ് ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അമീൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. നമ്മൾ അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്? അമീൻസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ അമോണിയ മോളിക്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? NH3 ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. അപ്പൊ ഈ അമോണിയ മോളിക്യൂളിലെ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹൈഡ്രജനെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഈ ഒരു അമീൻ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നേച്ചറിൽ നമുക്ക് അമീൻസ് പ്രോട്ടീൻസ് ആയിട്ട്, വൈറ്റമിൻസ്, ആൽക്കലോയിഡ്സ്, ഹോർമോൺസ് ആയിട്ടൊക്കെ നമുക്ക് ചുറ്റിനും പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അമീൻസിന്റെ സിന്തറ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പോളിമർ, ഡൈസ്റ്റഫ്സ്, ഡ്രഗ്സ് ഇതെല്ലാം. Then adrenaline and epiadrine എന്ന് പറയുന്നത് രണ്ട് ബയോളജിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. ഇതിന് രണ്ടിനും സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ട്. ഓൾസോ ഇത് നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നോവോകൈൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള അമിനോ കോമ്പൗണ്ട് ആണ്. അത് നമ്മളൊരു അനസ്തെറ്റിക് ആയിട്ടാണ് ഡെന്റിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആന്റിഹിസ്റ്റമിനിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ബെനാഡ്രൈൽ എന്ന് പറയുന്നത്. ഇതില് ടെർഷറി അമിനോ ഗ്രൂപ്പ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ക്വാട്ടർണറി അമോണിയം സോൾസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സർഫക്റ്റൻസ് ആയിട്ടാണ്. ഈ ഡയസോണിയം സോൾസ് നമ്മൾ ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പല അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെയും പ്രിപ്പറേഷന് നമ്മൾ ഈ ഒരു ഡയസോണിയം സോൾസ് ആണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെക്ഷനിൽ നോക്കാം. അമീൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ അമോണിയയുടെ ഒരു ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അമോണിയനെ പോലെ തന്നെ അമീൻസിന്റെ ആ ഒരു നൈട്രജൻ ആറ്റം ട്രൈവാലന്റ് ആണ്. അതിനെന്താണ്? അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, ഇനി ആ ഒരു നൈട്രജൻ ഓർബിറ്റൽ അമീൻ ഉള്ളതിന് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അമീൻസിന്റെ ജോമെട്രി വരുന്നത് ഒരു പിരമിഡൽ ഷേപ്പിലാണ് ആ ഒരു ജോമെട്രി വരുന്നത്. ഓക്കെ, ഇനി sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് നൈട്രജൻ ഓവർലാപ്പ് ചെയ്യും വിത്ത് ഓർബിറ്റൽസ് ഓഫ് ഹൈഡ്രജൻ ഓർ കാർബൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദി കമ്പോസിഷൻ ഓഫ് അമീൻസ്. ഇനി അമീൻസിനുള്ള എല്ലാ ഫോർത്ത് ഓർബിറ്റൽ ഓഫ് നൈട്രജനും എന്താണ്? ഒരു അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ ഈ ഒരു അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കാരണം തന്നെ CNE അതായത് കാർബൺ നൈട്രജൻ ഇ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒന്നില്ലെങ്കിൽ കാർബൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആവാം. അപ്പൊ CNE ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 109.5 ഡിഗ്രി ആയിരിക്കും ഓൾവേസ്. ഇനി ട്രൈമീഥൈൽ അമീന്റെ കേസ് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി ആണ് വരുന്നത്. Then amines നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മെയിൻലി ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ്സ് ഇൻ അമോണിയ മോളിക്യൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ അമോണിയ മോളിക്യൂളിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് ആ ഒരു അമീനെ ഡിറൈവ് ചെയ്തെങ്കിൽ നമുക്ക് ഒരു പ്രൈമറി അമീനാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ RNH2, ARNH2. ഓക്കെ, ഇനി രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡറി അമീനാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി മൂന്ന് ഹൈഡ്രജൻ ആറ്റത്തിനെയും റീപ്ലേസ് ചെയ്താൽ നമുക്ക് ടെർഷറി അമീൻ കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ്. ഇനി അമീൻസിന്റെ നോമൻക്ലേച്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ആൽഫാറ്റിക് അമീനെ നമുക്ക് നെയിമിങ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമീനോട് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ പ്രിഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കൈൽ അമീൻ, മീഥൈൽ അമീൻ ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസിന്റെ കേസിലാണെങ്കിൽ അവിടെ രണ്ടോ അതിൽ കൂടുതൽ ഗ്രൂപ്പ്സ് സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? DI ഓർ TRI അല്ലെങ്കിൽ ഡൈ ഓർ ട്രൈ പ്രിഫിക്സ് നമ്മൾ ആ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന് ബിഫോർ ആയിട്ട് നമ്മൾ പ്രിഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അമീൻസ് നമ്മൾ ആൽക്കൈൻ അമീൻസ് ആയിട്ട് നെയിം ചെയ്യാറുണ്ട്, വിച്ച് ആർ ഡിറൈവ്ഡ് ബൈ റീപ്ലേസ്മെന്റ് ഓഫ് E ഓഫ് ആൽക്കൈൻ ബൈ ദി വേർഡ് അമീൻ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CH3NH2 നമ്മൾ മീത്തൈൻ അമീൻ എന്ന് പറഞ്ഞിട്ടാണ് നെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി മോർ ദാൻ വൺ അമിനോ ഗ്രൂപ്പ്
ആ ഒരു പേരന്റ് ചെയിനിൽ ഡിഫറെന്റ് പൊസിഷൻസിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏതൊക്കെ പൊസിഷനിലാണോ ആ ഒരു അമിനോ ഗ്രൂപ്പ് വരുന്നത്, ആ ഒരു പൊസിഷൻ നമ്മൾ ആ ഒരു നമ്പറിംഗിൽ സ്പെസിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ലെറ്റർ ഇ ഓഫ് ദി സഫിക്സ് ഓഫ് ഹൈഡ്രോകാർബൺ പാർട്ട് ഈസ് റീറ്റെയിൻഡ്. ഇനി അരൈൽ അമീൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ NH2 ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ബെൻസീൻ റിംഗ് ആയിരിക്കും. ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഓഫ് അരൈൽ അമീൻ നമുക്ക് പറയാൻ പറ്റുന്നത് C6H5NH2 ആണ്. അപ്പൊ കോമൺ സിസ്റ്റത്തിൽ ഈ C6H5NH2നെ നമ്മൾ പറയുന്നത് എന്താണ്? അനിലിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഈ അനിലിൻ എന്ന് പറയുന്നത് IUPAC നെയിമിന്റെ അക്സെപ്റ്റഡ് നെയിമിംഗ് സിസ്റ്റവുമാണ്. ഓക്കെ. ഇനി IUPAC സിസ്റ്റത്തിൽ C6H5NH2നെ നമ്മൾ ബെൻസീൻ അമീൻ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് സം ആൽക്കൈൽ അമീൻസ് ആൻഡ് അരൈൽ അമീൻസ് ആണ്. ഇവിടെ അമീൻസിന്റെ കുറച്ച് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമൺ നെയിമിങ്ങും IUPAC നെയിമിങ്ങും ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ഈത്തൈൽ അമീന്റെ സ്ട്രക്ചർ ആണ്. അതിന്റെ കോമൺ നെയിം ഈത്തൈൽ അമീൻ. ദെൻ IUPAC നെയിം വരുന്നത് ഈത്തൈൻ അമീൻ എന്നാണ്. ദെൻ നെക്സ്റ്റ് N പ്രൊപ്പൈൽ അമീൻ ആണ്. അതിന്റെ IUPAC നെയിം പ്രൊപ്പാൻ 1 അമീൻ. നെക്സ്റ്റ് ഐസോപ്രൊപ്പൈൽ അമീന്റെ IUPAC നെയിമിംഗ് വരുന്നത് പ്രൊപ്പാൻ 2 അമീൻ എന്നാണ്. ദെൻ ഈത്തൈൽ മീത്തൈൽ അമീന്റെ വരുന്നത് എന്താണ്? N മീത്തൈൽ ഈത്തൈൻ അമീൻ എന്നാണ്. ദെൻ നെക്സ്റ്റ് ട്രൈ മീത്തൈൽ അമീന്റെ വരുന്നത് NN ഡൈമീത്തൈൽ മീത്തൈൻ അമീൻ. NN ഡൈ ഈത്തൈൽ ബ്യൂട്ടൈൽ അമീന്റെ വരുന്നത് NN ഡൈ ഈത്തൈൽ ബ്യൂട്ടാൻ 1 അമീൻ എന്നാണ്. ദെൻ നെക്സ്റ്റ് അല്ലൈൽ അമീൻ വരുന്നത് prop 2 in 1 അമീൻ എന്നാണ്. ദെൻ നെക്സ്റ്റ് ഹെക്സാമീത്തൈൽ മിഥൈലീൻ ഡയമീന്റെ വരുന്നത് ഹെക്സൈൻ 1,6 ഡയമീൻ എന്നാണ്. ഓക്കെ. ഇനി അനിലിന്റെ IUPAC നെയിം എന്താണ് വരുന്നത്? അനിലിൻ ഓർ ബെൻസീൻ അമീൻ എന്നാണ്. ദെൻ O ടൊളൂഡിന്റെ വരുന്നത് 2 മീത്തൈൽ അനിലിൻ. ദെൻ P ബ്രോമോ അനിലിന്റെ എന്താണ് വരുന്നത്? 4 ബ്രോമോ ബെൻസീൻ അമീൻ ഓർ 4 ബ്രോമോ അനിലിൻ. ഇവിടെ ഓയും പിയും എന്താണ്? ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ആണ്. ഓക്കെ. ദെൻ NN ഡൈമീത്തൈൽ അനിലിൻ എന്താണ് വരുന്നത്? IUPAC നെയിമിങ് NN ഡൈമീത്തൈൽ ബെൻസീൻ അമീൻ എന്നാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് ആണ്. സോ അതിൽ തന്നെ ഫസ്റ്റ് വരുന്നത് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നൈട്രോ കോമ്പൗണ്ട്സിനെ നമ്മൾ കറസ്പോണ്ടിങ് അമീൻസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫൈനലി ഡിവൈഡഡ് നിക്കൽ പല്ലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ പാസ് ചെയ്യിക്കുന്നു. ഓക്കെ. ആൻഡ് ഓൾസോ ബൈ റിഡക്ഷൻ വിത്ത് മെറ്റൽസ് ഇൻ അസിഡിക് മീഡിയം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു നൈട്രോ കോമ്പൗണ്ട്സിന്റെ റിഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി നൈട്രോ ആൽക്കീൻസിനെ നമുക്ക് കറസ്പോണ്ടിങ് ആൽക്കൈൻ അമീൻസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിഡക്ഷൻ വിത്ത് അയൺ സ്ക്രാപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? FeCl2 അവിടെ ഫോംഡ് ആവുന്നുണ്ട്. ആൻഡ് FeCl2 formed gets hydrolyzed to release hydrochloric acid during the reaction. ഓക്കെ. അപ്പം ആ ഒരു റിയാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രമേ റിക്വയർഡ് ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വരുന്നത്, വിച്ച് ഈസ് റിഡക്ഷൻ ഓഫ് അമീൻസ്. ദെൻ നെക്സ്റ്റ് അമ്മോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്. അപ്പോൾ ആൽക്കൈൽ അല്ലെങ്കിൽ ബെൻസൈൽ ഹാലൈഡിലുള്ള ആ ഒരു CX ബോണ്ടിനെ നമുക്ക് ഈസിയർ ആയിട്ട് ക്ലീവേജ് ചെയ്യാനായിട്ട് സാധിക്കും യൂസിങ് എ ന്യൂക്ലിയോഫൈൽ. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ആൽക്കൈൽ അല്ലെങ്കിൽ ബെൻസൈൽ ഹാലൈഡ് എത്തനോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. ഓക്കെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ഹാലജൻ ആറ്റത്തിനെ അമിനോ ഗ്രൂപ്പ് അതായത് NH2 ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോസസ് ഓഫ് ക്ലീവേജ് ഓഫ് CX ബോണ്ട് ബൈ അമോണിയ മോളിക്യൂളിനെയാണ് നമ്മൾ അമ്മോണോളിസിസ് എന്ന് പറയുന്നത്. ഇത് 373 കെൽവിനിലാണ് ഈ ഒരു റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രൈമറി അമീനെ എന്താണ്? അതൊരു ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതിന് വീണ്ടും ഫർദർ ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ആൽക്കൈൽ ഹാലൈഡ്.
and then it forms secondary and tertiary amines, and finally അതെന്താണ് ഫോം ചെയ്യുന്നത്? ക്വാട്ടർണറി ആയിട്ടുള്ള അമോണിയം സോൾട്ട് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അമോണിയം സോൾട്ടിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ടുള്ള അമീനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ബൈ ട്രീറ്റിംഗ് വിത്ത് എ സ്ട്രോങ് ബേസ്. ഇനി അമോണോളിസിസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാല്, disadvantage is that of yielding a mixture of primary, secondary and tertiary amines and also a quaternary ammonium salt. Primary amine ഒരു മേജർ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ എക്സസ് ആയിട്ടുള്ള അമോണിയ ആണ് എടുക്കുന്നതെങ്കിൽ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹാലൈഡ്സ് ഓഫ് അമീൻസ് വരുന്നത് എങ്ങനെയാണ്? RI ഗ്രേറ്റർ ദാൻ RBr ഗ്രേറ്റർ ദാൻ RCl എന്നാണ് വരുന്നത്. നെക്സ്റ്റ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ് ആണ്. അപ്പൊ നൈട്രൈൽസിനെ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ കാറ്റലിറ്റിക് ആയിട്ടുള്ള ഹൈഡ്രജനേഷൻ വെച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, വിച്ച് പ്രൊഡ്യൂസസ് പ്രൈമറി അമീൻസ്. ദ നെക്സ്റ്റ് റിഡക്ഷൻ ഓഫ് അമൈഡ്സ് ആണ് യൂസിങ് ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് വിച്ച് ഈൽഡ്സ് അമീൻസ്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അപ്പൊ ഹോഫ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു റിയാക്ഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അദ്ദേഹം അമൈഡിനെ ബ്രോമിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീൻസ്. അപ്പൊ അക്വസ് അല്ലെങ്കിൽ ഈത്തനോളിക് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡിലാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡീഗ്രഡേഷൻ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പിന്റെ മൈഗ്രേഷൻ ആണ് ഫ്രം കാർബണൈൽ കാർബൺ ഓഫ് അമൈഡ് ടു നൈട്രജൻ ആറ്റം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു അമീന് 1 കാർബൺ ലെസ് ദാൻ ദാറ്റ് പ്രസന്റ് ഇൻ അമൈഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ താലിമൈഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു താലിമൈഡിനെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡ് ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യിക്കുകയാണ് വിത്ത് യൂസിങ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ് എൻ ആൽക്കൈൽ താലിമൈഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈമറി അമീൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡയഗ്രമാറ്റിക്കലി. ഓക്കെ, അപ്പൊ ഈ ഒരു ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വെച്ചിട്ട് നമുക്ക് അരോമാറ്റിക് പ്രൈമറി അമീൻസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അരൈൽ ഹാലൈഡ്സ് ഒരിക്കലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടർഗോ ചെയ്യില്ല വിത്ത് ദ ആനിയോൺ ഫോംഡ് ബൈ താലിമൈഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അമീൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ലോവർ ആയിട്ടുള്ള അലിഫാറ്റിക് അമീൻസ് ഗ്യാസസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് വിത്ത് എ ഫിഷി ഓർഡർ. ഇനി പ്രൈമറി അമീൻസ് വിത്ത് 3 or more കാർബൺ ആറ്റംസ് ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, ആൻഡ് അതിൽ കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ളതാണെങ്കിൽ സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ അനിലിൻ, അരൈൽ അമീൻസ് ഒക്കെ കളർലെസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ലോവർ അലിഫാറ്റിക് അമീൻസ് യൂഷ്വലി സോലുബിൾ ഇൻ വാട്ടർ ആണ്. എന്തുകൊണ്ടാണ്? because they can form hydrogen bonds with water molecules. Okay, പക്ഷെ അമീൻസിന്റെ മോളാർ മാസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് അവരുടെ സോലുബിലിറ്റി ഡിക്രീസ് ആവാണ് ചെയ്യുന്നത് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ഹൈഡ്രോഫോബിക് ആൽക്കൈൽ പാർട്ട്. ഓക്കെ, ഇനി ഹയർ അമീൻസ് യൂഷ്വലി ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. ഓക്കെ, അമീൻസ് എന്ന് പറയുന്നത് ഓർഗാനിക് സോൾവെന്റ്സിൽ സോലുബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് ആൽക്കഹോൾ, ഈതർ, ബെൻസിൻ എക്സെട്ര. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ഇന്റർമോളിക്കുലർ അസോസിയേഷനിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ട് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ നൈട്രജൻ ഓഫ് വൺ ആൻഡ് ഹൈഡ്രജൻ ഓഫ് അനദർ മോളിക്യൂൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റർമോളിക്കുലർ അസോസിയേഷൻ കൂടുതൽ വരുന്നത് പ്രൈമറി അമീൻസിലാണ്. ഇനി ബോയിലിംഗ് പോയിന്റ് ഓഫ് ഐസോമറിക് അമീൻസിന്റെ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്: പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷ്യറി. Then next, intermolecular hydrogen bonding in primary amines ന്റെ structural representation ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അമീൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഈ അമീൻസിനെ കെമിക്കലി റിയാക്റ്റീവ് ആക്കുന്നത് എന്തൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജൻ ആറ്റവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ഓൾസോ നൈട്രജൻ ആറ്റത്തിലുള്ള അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ്. അപ്പൊ ഇത് കാരണമാണ് അമീൻസ് മെയിൻലി കെമിക്കലി റിയാക്റ്റീവ് ആവുന്നത്. Okay, also
നൈട്രജൻ ആറ്റത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ നമ്പറും ഈ ഒരു അമീൻസിന്റെ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് അമീൻസിന്റെ ബേസിക് നേച്ചർ അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ ആണ്. അമീൻസ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സോൾട്ട് അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അനിലിൻ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അനിലീനിയം ക്ലോറൈഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അമീൻ സോൾട്സിനെ നമ്മൾ ഒരു ബേസ് ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ അവിടെ പേരന്റ് അമീൻ വീണ്ടും റീജനറേറ്റ് ആവും പ്രൊഡക്റ്റിൽ. ഓക്കെ, ഇനി അമീൻ സോൾട്സ് വാട്ടറിൽ സോലുബിൾ ആണ്, പക്ഷെ അത് ഓർഗാനിക് സോൾവെന്റ്സിൽ അമീൻ സോൾട്സ് ഇൻസോലുബിൾ ആണ്. ഓക്കെ, അമീൻസിന് ഒരു അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് നൈട്രജൻ ആറ്റത്തിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അമീൻസ് ഒരു ലൂവിസ് ബേസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ KB ആൻഡ് PKB വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ PKB ഈക്വൽ ടു -log KB ആണ് വരുന്നത്. ഓക്കെ, KBയുടെ വാല്യൂ ലാർജർ ആണെങ്കിൽ അല്ലെങ്കിൽ PKBയുടെ വാല്യൂ സ്മോളർ ആണെങ്കിൽ നമുക്ക് എന്താണ് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ആ ഒരു ബേസ് അല്ലെങ്കിൽ അമീൻ സ്ട്രോങ്ങർ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ അമീന്റെ ആ ഒരു ബേസിക് സ്ട്രെങ്ത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇൻഡക്റ്റീവ് എഫക്ട്, സ്റ്റീറിക് ഹിൻഡ്രൻസ്, സോൾവേഷൻ എഫക്ട്. അപ്പൊ ഈ എഫക്ട്സ് ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഒരു അമീൻസിന്റെ ബേസിക് സ്ട്രെങ്ത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി അമീൻസിന്റെ ആ ഒരു ബേസിസിറ്റി അതിന്റെ സ്ട്രക്ചറിനോട് വളരെയധികം റിലേറ്റഡ് ആണ്. ഓക്കെ, മോർ സ്റ്റേബിൾ കാറ്റയോൺ എന്ന് പറയുന്നത് അമീൻസുമായിട്ട് റിലേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമീൻസ് മോർ ബേസിക് ആണെന്ന് നമുക്ക് പറയാം. ഇനി ആൽക്കൈൻ അമീൻസ് വെർസസ് അമോണിയ നോക്കുകയാണെങ്കിൽ ആൽക്കൈൽ അമീൻസ് എന്ന് പറയുന്നത് അമോണിയനെക്കാട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബേസ് ആണ്. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ റിലീസിംഗ് നേച്ചർ കാരണം അതിന്റെ R, ഓക്കെ, ആ ഒരു R എന്താണ് ചെയ്യുന്നത്? നൈട്രജനിലേക്ക് ഇലക്ട്രോൺസിനെ പുഷ് ഓവർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദാസ് മേക്സ് ദ അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ മോർ അവൈലബിൾ ഫോർ ഷെയറിംഗ് വിത്ത് പ്രോട്ടോൺ ഓഫ് ആസിഡ്. ഇവിടെ വരുന്ന വേറൊരു എഫക്റ്റ് ആണ് പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം ഫോംഡ് ആയിട്ടുള്ള അമോണിയം അയോൺ ഫ്രം അമീൻ അവിടെ സ്റ്റെബിലൈസ്ഡും ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ആൽക്കൈൽ അമീൻസ് എന്ന് പറയുന്നത് അമോണിയയെക്കാട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബേസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു ആൽഫാറ്റിക് അമീൻസിന്റെ ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് ആലിഫാറ്റിക് അമീൻസ് വരുന്നത് എങ്ങനെയാണ്? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി. അപ്പൊ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ബേസ് ഓർഡറിന് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് ആലിഫാറ്റിക് അമീൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് അരൈൽ അമീൻ വെർസസ് അമോണിയ ആണ്. അപ്പൊ PKB വാല്യൂ ഓഫ് അനിലിൻ വളരെയധികം ഹയർ വാല്യൂ ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? അനിലിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള അരൈൽ അമീൻസിന് ബെൻസീൻ റിംഗിലേക്ക് ഡയറക്ട്ലി ആണ് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഹയർ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാരണം എന്താണ് റിസൾട്ടിങ് ആവുന്നത്? It results in the unshared electron pair on nitrogen atom to be in conjugation with the benzene ring and thus making it less available for protonation. അനിലിന്റെ 5 hybrid structures ആണ് ഉള്ളത്. ഓക്കെ, അതായത് അനിലിൻ ഈസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് 5 structures എന്ന് നമുക്ക് പറയാം. അപ്പൊ അനിലീനിയം അയോൺ നമ്മൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? by accepting a proton can have only 2 resonating structures. ഓക്കെ, അപ്പൊ അനിലീനിയം അയോണിന് 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത് ആൻഡ് അനിലീനിയത്തിന് 5 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത് അനിലിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ്, ഇത് അനിലീനിയം അയോണിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിന്റെ നമ്പർ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനിലിൻ ആണ് അനിലീനിയം അയോണിനെക്കാട്ടും മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അമീൻസ് ആൽക്കൈലേഷൻ അണ്ടർഗോ ചെയ്യുന്നത് എപ്പോഴാണ്? ആൽക്കൈൽ ഹാലൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ഇനി അസൈലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ആസിഡ്, ക്ലോറൈഡ്സ്, അൺഹൈഡ്രൈഡ്സ്, എസ്റ്റേഴ്സ് ഇതൊക്കെയായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്.
അപ്പൊ ഈ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയുന്ന പേരാണ് അസൈലേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു അസൈലേഷൻ റിയാക്ഷൻ വഴി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്ട്സിനെ പറയുന്ന പേരാണ് അമൈഡ്സ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഒരു സ്ട്രോങ്ങർ ബേസ് ദാൻ അമീന്റെ പ്രസൻസിലാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് പിരിഡിൻ. ഓക്കെ, അപ്പൊ അത് ഫോം ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് റിമൂവ് ചെയ്തിട്ട് ആൻഡ് ഷിഫ്റ്റ്സ് ദ ഇക്വിലിബ്രിയം ടു ദി റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അമീൻസ് ബെൻസോയിൽ ക്ലോറൈഡുമായിട്ടും റിയാക്ട് ചെയ്യും ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ബെൻസോയിലേഷൻ. ഓക്കെ, then reaction of amines with carboxylic acids forms salts with amines at room temperature. ഇനി ആൽഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻസിനെ നമ്മൾ ക്ലോറോഫോം ആൻഡ് എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമീൻസ്. ഒരു ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ പ്രൈമറി അമീൻസിന്റെ ടെസ്റ്റിങ്ങിനാണ് ഈ ഒരു റിയാക്ഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ് ഈ ഒരു റിയാക്ഷൻ ഒരിക്കലും എക്സിബിറ്റ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രൈമറി അലിഫാറ്റിക് അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് ആണ്. അപ്പൊ ഈ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ആൻഡ് ദേ ലിബറേറ്റ് നൈട്രജൻ ഗ്യാസ് ആൻഡ് ആൽക്കഹോൾസ്. ഇനി അരോമാറ്റിക് ആയിട്ടുള്ള അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഡയസോണിയം സോൾട്ട് ആണ് പ്രൊഡക്റ്റ് ആയിട്ട്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ ലോ ടെമ്പറേച്ചർ ഫോർ അറൌണ്ട് 273 to 278 കെൽവിനിലാണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിയാക്ഷൻ മെയിൻ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൾഫോൺ അമൈഡ്സ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക്. ഓക്കെ, പ്രൈമറി അമീൻസുമായിട്ടാണ് ഹിൻസ്ബർഗ് റിയേജന്റ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് N-ethyl ബെൻസീൻ സൾഫോണൈൽ അമൈഡ് ആണ്. ദെൻ സെക്കൻഡറി അമീനുമായിട്ടാണ് ഹിൻസ്ബർഗ് റിയേജന്റ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് NN-diethyl ബെൻസീൻ സൾഫോണമൈഡ് ആണ് പ്രൊഡക്റ്റ്. ടെർഷ്യറി അമീൻസ് ഒരിക്കലും ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇത് മെയിൻ ആയിട്ട് ഈ ഒരു റിയാക്ഷൻ വിത്ത് അരൈൽ സൾഫോണൈൽ ക്ലോറൈഡ് നമ്മൾ ടെർഷ്യറി പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസിനെ ഡിസ്റ്റിങ്ക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഫോർ സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ഓഫ് അമീൻസിനും നമ്മൾ ഈ ഒരു മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, NH2 ഗ്രൂപ്പിലോടുള്ള ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ആണ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള റീജിയൻസ് അല്ലെങ്കിൽ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ NH2 ഗ്രൂപ്പ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് എന്ന് പറയാം. ആൻഡ് ഓൾസോ ദേ ആർ പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. ഇവിടെ ഫസ്റ്റ് വരുന്നത് ബ്രോമിനേഷൻ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ അനിലിൻ ബ്രോമിൻ വാട്ടറുമായിട്ട് റൂം ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് 2,4,6 ട്രൈബ്രോമോ അനിലിൻ പ്ലസ് 3 HBr ആണ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അരോമാറ്റിക് അമീൻസ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വെരി ഹൈ റിയാക്ടിവിറ്റി ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കർ ചെയ്യുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലായിരിക്കും. അപ്പൊ ഇത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് NH2 ഗ്രൂപ്പിനെ അസൈലേഷൻ ചെയ്യാം വിത്ത് അസിറ്റിക് അൺഹൈഡ്രേറ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു ഡിസൈഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ. ഓക്കെ, അപ്പൊ അസിറ്റനിലൈഡിലുള്ള അതായത് ഇവിടെ വരുന്ന ആ ഒരു നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓക്സിജനുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ആണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ റെസൊണൻസ് കാരണമാണ് ഇങ്ങനെ നടക്കുന്നത്. ദെൻ അനിലിനെ നമ്മൾ ഡയറക്റ്റ് നൈട്രേഷൻ ചെയ്താൽ നമുക്ക് അവിടെ ടാരി ഓക്സിഡേഷൻ പ്രോഡക്ട്സ് ഇൻ അഡീഷൻ ടു നൈട്രോ ഡെറിവേറ്റീവ്സ് ആണ് ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ,
ഇനി അനിലിന്റെ ആ ഒരു NH2 ഗ്രൂപ്പിനെ നമ്മൾ അസിറ്റൈലേഷൻ റിയാക്ഷൻ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്താൽ നമുക്ക് നൈട്രേഷൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ ഫോം ചെയ്യുന്ന മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പി നൈട്രോ ഡെറിവേറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് അനിലിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് അവിടെ അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ഒരു 453 to 473 കെൽവിനിൽ ഹീറ്റ് ചെയ്യിച്ചാൽ നമുക്ക് പി അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇതിനെ നമ്മൾ സൾഫനലിക് ആസിഡ് എന്നും പറയുന്നുണ്ട്. അപ്പൊ സൾഫനലിക് ആസിഡ് ആണ് സൾഫണേഷനിൽ ഫോം ചെയ്യുന്ന മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അനിലിൻ ഒരിക്കലും ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ അലുമിനിയം ക്ലോറൈഡുമായിട്ട് സോൾട്ട് ഫോർമേഷൻ നടക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അനിലിൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാത്തത്. ഇനി നെക്സ്റ്റ് ഡയസോണിയം സോൾട്ട്സ് എന്താന്ന് നോക്കാം. ഈ ഒരു ഡയസോണിയം സോൾട്ടിന്റെ ജനറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: Rn2+X-. ഇവിടെ R എന്ന് പറയുന്ന ഒരു അരൈൽ ഗ്രൂപ്പ് ആയിരിക്കും. X ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു Cl-, Br-, HSO4-, BF4- ഇതിൽ ഏത് വേണമെങ്കിലും ആവാം X- അയോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ സഫിക്സിങ് ഡയസോണിയം ടു ദി നെയിം ഓഫ് പേരന്റ് ഹൈഡ്രോകാർബൺ ഫ്രം വിച്ച് ദേ ആർ ഫോംഡ്, ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ആനയോൺ സച്ച് as ക്ലോറൈഡ്, ഹൈഡ്രജൻ സൾഫേറ്റ്, എക്സെട്ര. ഇവിടെ N2+ അയോണിനെയാണ് നമ്മൾ ഡയസോണിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C6H5N2+Cl- നമ്മൾ നെയിം ചെയ്യുന്നത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നാണ്. ആൻഡ് C6H5N2+HSO4- നമ്മൾ നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ബെൻസീൻ ഡയസോണിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്നാണ്. ഓക്കെ. അപ്പൊ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കൈൽ ഡയസോണിയം സോൾട്ട്സ് എങ്ങനെയാണ് ഫോംഡ് ആവുന്നത്? പ്രൈമറി അലിഫാറ്റിക് അമീൻസ് വഴിയാണ്. ഓക്കെ. ഇനി അരീൻ ഡയസോണിയം സോൾട്ട്സ് ഫോം ചെയ്യുന്നത് പ്രൈമറി ആയിട്ടുള്ള അരോമാറ്റിക് അമീൻസ് വഴിയാണ്. ഇനി ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഒരു കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അത് റെഡിലി സോൾബിൾ ഇൻ വാട്ടർ ആണ് ആൻഡ് സ്റ്റേബിൾ ഇൻ കോൾഡ് കണ്ടീഷൻ. പക്ഷെ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും വാം ആയി കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഡ്രൈ സ്റ്റേറ്റിൽ അത് ഈസിയർ ആയിട്ട് ഡീകമ്പോസ്ഡും ആവും. ഇനി ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് വാട്ടറിൽ ഇൻസോൾബിൾ ആണ് ആൻഡ് സ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചറും ആണ്. ഇനി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഡയസോണിയം സോൾട്ട് നോക്കാം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ റിയാക്ഷൻ ഓഫ് അനിലിൻ വിത്ത് നൈട്രസ് ആസിഡ് അറ്റ് 273 to 278 കെൽവിൻ. ഓക്കെ. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് ബൈ ദ റിയാക്ഷൻ ഓഫ് സോഡിയം നൈട്രേറ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്രൈമറി അരോമാറ്റിക് അമീൻസിനെ ഡയസോണിയം സോൾട്ട് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു കൺവേർഷനെയാണ് നമ്മൾ ഡയസെറ്റൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയസോണിയം സോൾട്ട് ഇൻസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ജനറലി സ്റ്റോർ ചെയ്യാറില്ല. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനെ നമ്മൾ യൂസ്ഡ് അപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡയസോണിയം സോൾട്ടിന്റെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് റീപ്ലേസ്മെന്റ് ബൈ ഹാലൈഡ് ഓർ സയനൈഡ് അയൺ ആണ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ Cl-, Br-, Cn- അയോൺസ് ഇതെല്ലാം ന്യൂക്ലിയോഫൈൽസ് ആണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ബെൻസിൻ റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ അയോൺ. ഈ റിയാക്ഷൻ നമ്മൾ പറയുന്നതാണ് സാൻമിയർ റിയാക്ഷൻ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനും ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ബെൻസിൻ റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ ട്രീറ്റിംഗ് വിത്ത് ഡയസോണിയം സോൾട്ട് സൊല്യൂഷൻ വിത്ത് കറസ്പോണ്ടിങ് ഹാലജൻ ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ. ഈ റിയാക്ഷൻ ആണ് ഗട്ടർമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സാൻമിയർ റിയാക്ഷനിലുള്ള ഈൽഡ് എന്തുകൊണ്ടും ഗട്ടർമാൻ റിയാക്ഷനിലുള്ള ഈൽഡിനെക്കാട്ടും ബെറ്റർ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ബൈ അയോഡൈഡ് അയോണിന്റെ റിയാക്ഷൻ ആണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ബെൻസിൻ റിംഗിലേക്ക് നമുക്ക് അയോഡിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡയസോണിയം സോൾട്ട് സൊല്യൂഷനെ പൊട്ടാസ്യം അയോഡൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യിച്ചാൽ നമുക്ക് അയോഡോ ബെൻസിൻ അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ബൈ ഫ്ലൂറൈഡ് അയോൺ ആണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അരൈൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോബോറിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു.
അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് precipitate ആവുന്നത് ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് ആണ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് അറൈൽ ഫ്ലൂറൈഡ് അവിടെ ഡീകമ്പോസ് ആവുകയാണ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് സൈഡിൽ. ഇനി നെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രജൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മൈൽഡ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ലൈക്ക് ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോൾ ഒക്കെയാണ് ഈ ഒരു റിഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഡയസോണിയം സോൾട്ടിനെ അരീൻസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ് എത്തനാൽ ഫോസ്ഫോറിക് ആസിഡ് ഒക്കെയാണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഡയസോണിയം സോൾട്ടിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ഫോർ 283 കെൽവിനിലേക്കൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ആ ഒരു ഡയസോണിയം സോൾട്ട് ഹൈഡ്രലൈസ്ഡ് ആവും ഫീനോൾ ആയിട്ട്. അപ്പോൾ ഇതാണ് റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് റിയാക്ഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ബൈ NO2 ഗ്രൂപ്പിൽ എന്താണ് വരുന്നത് ഡയസോണിയം ഫ്ലൂറാബോറേറ്റിനെ നമ്മൾ അക്വസ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്യിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പറിൽ ഹീറ്റ് ചെയ്യിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഡയസോണിയം ഗ്രൂപ്പ് NO2 ഗ്രൂപ്പായിട്ട് അവിടെ റീപ്ലേസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് റീടെൻഷൻ ഓഫ് ഡയസോ ഗ്രൂപ്പ് വിച്ച് ഈസ് എ കപ്ലിംഗ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റിയാക്ഷൻ വഴി ഒബ്റ്റെയിൻ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ ഡൈ മേക്കിങ്ങിലൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫീനോൾ വെച്ചിട്ട് ഫീനോൾ മോളിക്യൂളിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുകയാണ്. ഓക്കെ, അതായത് പാരാ പൊസിഷനിലുള്ള ഫീനോൾ മോളിക്യൂൾ ഇതിനെ നമ്മൾ ഡയസോണിയം സോൾട്ട് വെച്ചിട്ട് കപ്പിൾ ചെയ്താൽ നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് പി ഹൈഡ്രോക്സി അസോബെൻസീൻ ആണ്. ഈ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമിലർലി റിയാക്ഷൻ ഓഫ് ഡയസോണിയം സോൾട്ട് വിത്ത് അനിലിൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് പി അമിനോ അസോബെൻസിൻ ആണ്. ഈ റിയാക്ഷൻ നമ്മൾ പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ്. ഇനി നെക്സ്റ്റ് അരോമാറ്റിക് കോമ്പൗണ്ട് സിന്തസൈസിലുള്ള ഡയസോണിയം സോൾട്ടിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഡയസോണിയം സോൾട്ട് നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് കാണുന്നത് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അയോൺസ് എക്സെട്ര ഇൻ ടു അരോമാറ്റിക് റിംഗ്സ്. ഇനി നമുക്ക് ഡയറക്റ്റ് ഹാലോജനേഷൻ വെച്ചിട്ട് ഒരിക്കലും അരൈൽ ഫ്ലൂറൈഡ്സിനെയോ അയഡൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സയനോ ഗ്രൂപ്പിനെ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ക്ലോറോബെൻസീനിൽ. പക്ഷെ നമുക്ക് സയനോ ബെൻസീനെ ഈസിയർ ആയിട്ട് ഡയസോണിയം സോൾട്ട് വഴി ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡയസോണിയം സോൾട്ടിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അമീൻസ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. താങ്ക് യു.